വെൽക്കം ടു എസ് ഫോർ സക്സസ് ബൈ സംഗീത എസ്. കഴിഞ്ഞ വീഡിയോയിൽ കേരളത്തെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ വീഡിയോയിൽ കേരള സംസ്ഥാന രൂപീകരണം അഥവാ ഐക്യ കേരള മുന്നേറ്റത്തിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചതുപോലെ 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വഴി ഭാഷാ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിൻ്റെ നാൾ വഴികളെക്കുറിച്ച് അഥവാ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. വെൽക്കം ടു ദി വീഡിയോ. നമുക്കറിയാം, ദേശീയ തലത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിനെ പറ്റിയുള്ള പ്രഥമമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നത് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. പ്രസ്തുത സമ്മേളനത്തിൽ വെച്ചാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇതേ തുടർന്ന് KPCC രൂപം കൊള്ളുന്നു, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. ഒറ്റപ്പാലത്ത് വെച്ചാണ് പ്രസ്തുത സമ്മേളനം നടക്കുന്നത്. പ്രസ്തുത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ബാരിസ്റ്റർ T. പ്രകാശമാണ്. ആന്ധ്ര കേസരി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനം കൂടിയാണ് ഒറ്റപ്പാലത്ത് നടന്ന കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം. ഇതേ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തു. ഇതിനുശേഷം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലേക്കാണ് കടക്കുന്നത്. 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്നു. ജവഹർലാൽ നെഹ്റുവായിരുന്നു പ്രസ്തുത സമ്മേളനം അധ്യക്ഷത വഹിച്ചിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം കൂടിയാണ് പയ്യന്നൂർ സമ്മേളനം. 1928 മെയ് 25 മുതൽ 27 വരെയാണ് പയ്യന്നൂർ സമ്മേളനം നടക്കുന്നത്. പ്രസ്തുത സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. ഈ പ്രമേയം അവതരിപ്പിച്ചത് K. കേളപ്പനാണ്. കേരള ഗാന്ധി എന്നാണ് K. കേളപ്പൻ അറിയപ്പെടുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയത്തെ പിന്തുണച്ച് സംസാരിച്ചത് K. മാധവനായിരുന്നു. ഇതിനുശേഷം ഐക്യ കേരള കൺവെൻഷനിലേക്കാണ് കടക്കുന്നത്. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് 1928 ഏപ്രിൽ നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിലാണ്. എറണാകുളം ജില്ലയിലാണ് നാട്ടുരാജ്യ പ്രജാസമ്മേളനം നടന്നത്. ഇതിനുശേഷം ഭാഷാ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അനേകം സംഘടനകൾ ഉയർന്നു വന്നു. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡൽ തുടങ്ങി അനേകം സംഘടനകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും പ്രസ്തുത സ്ഥലങ്ങളിലെ ദിവാൻമാർ അധികാരമോഹത്താൽ ഈ സംഘടനകളെയൊക്കെയും അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഐക്യ കേരള മുന്നണി അഥവാ ഐക്യ കേരള സമിതിക്ക് K. കേളപ്പൻ രൂപം നൽകുന്നു. KPCCയിൽ നിന്ന് വൻതോതിലുള്ള പിന്തുണയാണ് ഐക്യ കേരള മുന്നണിക്ക് ലഭിച്ചിരുന്നത്. പ്രസ്തുത സമയത്തെ കൊച്ചി നാട്ടുരാജാവായിരുന്ന കേരളവർമ്മ ഐക്യ കേരള മുന്നണിയെ വൻതോതിൽ പിന്തുണച്ചു. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമിതി കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പിന്തുണ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. പ്രസ്തുത സമ്മേളനത്തിൽ ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് E. മൊയ്തു മല്ലവി പ്രമേയം അവതരിപ്പിച്ചു. പ്രസ്തുത സമയത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നത് സർ CP രാമസ്വാമി അയ്യറായിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ തീർത്തും അധികാരമോഹിയായ ഒരു ഭരണാധികാരിയായിട്ടാണ് സർ CP രാമസ്വാമി അയ്യരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾ തിരുവിതാംകൂറിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമം നടത്തുകയും തൽഫലമായി ഐക്യമുന്നണി ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ആളുകൾ രംഗത്തെത്തുകയും ചെയ്തു. തൽഫലമായി പുന്നപ്ര വയലാർ സമരം 1946 നടക്കുകയും സമരം അടിച്ചമർത്തപ്പെടുകയും ചെയ്തു. തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കുമെന്നും സംയോജനത്തിനുള്ള വിമുഖതയും CP രേഖപ്പെടുത്തുകയുണ്ടായി. ദിവാന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമായിരുന്നു ഉയർന്നു വന്നിരുന്നത്. ഇതേ തുടർന്ന് തൈക്കാട് സംഗീത കോളേജിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ സർ CP രാമസ്വാമി അയ്യരെ KCS മണി എന്ന വ്യക്തി ആക്രമിക്കുകയും തൽഫലമായി തിരുവിതാംകൂർ ദിവാൻ സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം കൈവരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സംസ്ഥാന രൂപീകരണത്തിനായി SK ധാറിൻ്റെ നേതൃത്വത്തിൽ ധാർ കമ്മീഷൻ രൂപം കൊള്ളുന്നു. 1948 ധാർ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഭാഷാ അടിസ്ഥാനത്തിലല്ല, പകരം ഭരണ സൗകര്യ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം രൂപീകരിക്കേണ്ടത് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും തൽഫലമായി ധാർ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച്
കേരളത്തിലെ തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനമാവുകയും ചെയ്തു. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നിയമസഭകളെ യോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിയായിരുന്ന ടി.കെ. നാരായണപിള്ളയാണ് തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ രാജപ്രമുഖായി അധികാരത്തിൽ കയറുന്നു. തത്സമയത്ത് കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ ഉപരാജപ്രമുഖ സ്ഥാനം വാഗ്ദാനം ചെയ്യപ്പെട്ടുവെങ്കിലും അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുത്തു. തിരുവിതാംകൂർ രാജാക്കന്മാർക്കാണ് സർവ്വ അധികാരവും കൈയാളുന്നത് എന്നൊരു ഭാഗം വാദിക്കുകയും നിരവധി പേർ ഇതേ തുടർന്ന് രംഗത്തെത്തുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി മലബാറും തിരുക്കൊച്ചിയും ചേർന്ന് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായി ഐക്യകേരള കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം കെ. കേളപ്പൻ രാജിവെക്കുകയാണ് ഉണ്ടായത്. തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി ടി.കെ. നാരായണപിള്ള, അവസാന മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ, തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആനി മസ്ക്രീൻ ആയിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951-52 പ്രതിഷേധം ശക്തമായി തുടർന്നതിനാൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ചർച്ചകൾ നടക്കുകയും തൽഫലമായി ഫസൽ അലി കമ്മീഷന് രൂപം നൽകുകയും ചെയ്തു. 1953 ഫസൽ അലി കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നു. ഫസൽ അലി കമ്മീഷനിൽ ഉണ്ടായിരുന്ന 3 അംഗങ്ങൾ ഫസൽ അലി, സർദാർ കെ.എം. പണിക്കർ, എച്ച്.എൻ. ഖുൻസ്രു എന്നിവരാണ്. PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഫസൽ അലി കമ്മീഷനെ കുറിച്ചുള്ളത്. അതിലെ അംഗങ്ങൾ 3 ആയിരുന്നു എന്നുള്ളത് ഓർമ്മയുണ്ടാവുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. തൽഫലമായി സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് നടപ്പിലാക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തപ്പെടുകയും 1956 സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് രാജപ്രമുഖ എന്നുള്ള സ്ഥാനം എടുത്തു കളയുകയും ആ സ്ഥാനത്തിന് പകരമായി ഗവർണർ സ്ഥാനം നൽകപ്പെട്ടു. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായത് ചില വിട്ടുകൊടുക്കലോടുകൂടിയാണ്. മദ്രാസിന് കന്യാകുമാരിയിലെ 4 താലൂക്കുകൾ വിട്ടുകൊടുക്കേണ്ടതായി വന്നു. തോവാള, അഗസ്തീശ്വരം, വിളവൻകോട്, കൽക്കുളം, ചെങ്കോട്ടയുടെ ഒരു ഭാഗം എന്നിവയാണ് വിട്ടുകൊടുക്കേണ്ടതായി വന്നത്. അതേപോലെ കേരളത്തോട് കൂട്ടിച്ചേർത്ത തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായ 2 താലൂക്കുകളുണ്ട്. കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നിവയാണ് അവ. അങ്ങനെ 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നു. 2025 നവംബർ 1 കേരളത്തിൻ്റെ 69ാമത് കേരളപ്പിറവി ആഘോഷമാണ് നമ്മൾ നടത്തിയത്. കേരള സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ചുള്ള വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി എങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇനിയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.